നമുക്ക് ചിക്കൻ കൊണ്ട് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ്. ഹരിയാലി ചിക്കൻ ഉണ്ടാക്കുന്നതിനായി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സൈഡെല്ലാം വരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ: ഒരു 4 മീഡിയം സവാള അരിഞ്ഞത്. മിക്സിയുടെ ജാറിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിന ഇല, കുറച്ച് കറിവേപ്പില, കുറച്ച് കാഷ്യൂ, ഒരു 8 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് തൈര്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ, ഉപ്പ്, മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ജീരകം വറുത്ത് പൊടിച്ചത്. പിന്നെ ലാസ്റ്റ് ചേർക്കാൻ കസൂരി മേത്തി, ഉലുവയില പൊടിച്ചത്. പിന്നെ സ്പൈസസ്: ഉള്ളി വഴറ്റുമ്പോൾ ചേർക്കാനായി തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, കുറച്ച് പെരുംജീരകം, വലിയ ജീരകം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് 1/2 കപ്പ് പുതിന ഇല ചേർക്കാം. പിന്നീട് 1/2 കപ്പ് മല്ലിയില, പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിനായി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ചേർക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില, അര കപ്പ് തൈര്, ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ബ്രൗൺ സോൾട്ടാണ്, അതായത് പിങ്ക് സോൾട്ടാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ഇനി ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ആ പേസ്റ്റിൽ ഉപ്പ് ചേർത്തിരുന്നു. വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. പാത്രം അടുപ്പിൽ വെച്ച സ്റ്റവ് കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് സ്പൈസസ് ഇട്ടൊന്ന് മൂപ്പിക്കാം. മീഡിയം 4 സവാള അരിഞ്ഞു, നല്ലതുപോലെ വഴങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല പൊട്ടിയ ചിക്കൻ ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന്
ചിക്കനൊക്കെ ഒരു ഇത് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരട്ടി വെച്ചിരിക്കുന്ന മല്ലിയില പുതിന ഇടുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് മീഡിയം ഹീറ്റിൽ ഒരു 5 മിനിറ്റ്, അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ മീഡിയം ഹീറ്റിൽ 5 മിനിറ്റ് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊന്നും നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. കറിയെല്ലാം ഒരുവിധം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കസൂരി മേത്തി അതും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ഇരുന്ന് കുറേ കുറുകും. ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മുടെ കേരളത്തിലായതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്. ഇത് സൺഫ്ലവർ ഓയിലിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. അതിലൊരു ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇരുന്ന് കുറേ വരും. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.